തൃശൂർ നഗരത്തിൽ പട്ടാപ്പകൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ പൂട്ടിയിട്ട യുവതിയെ പോലീസ് കണ്ടെത്തിയത് മറ്റൊരു കേസ് അന്വേഷണത്തിനിടെ. അഞ്ചംഗ സംഘം മർദ്ദിച്ച് അവശയാക്കിയ യുവതിയെ പോലീസ് എത്തി രക്ഷിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്കേറ്റ തൃശൂർ മനക്കൊടി സ്വദേശിയായ യുവതിയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, ഇതെന്താണ് സംഭവം? എപ്പോഴാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്? ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? എന്നാ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ നഗരത്തിനകത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇതിനകത്ത് പാലിയേക്കര കോഫി ഷോപ്പിനകത്ത് യുവാവിനെ, അവിടുത്തെ ജീവനക്കാരനായ ബംഗാൾ സ്വദേശിയായ മുർഷിദാബാദ് സ്വദേശിയായ ഒരു യുവാവിനെ പരിക്കേൽപ്പിച്ച കേസിൽ അന്വേഷണം നടത്തുന്നതിനിടെ വേണ്ടിയിട്ട് പുതുക്കാട് പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അതിലെ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനത്തിനിരയായി അവശനിലയിലായിട്ടുള്ള ഒരു യുവതിയെ ഇന്ന് വൈകിട്ടോടെ കണ്ടെത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പില് ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുന്നതിലേക്ക് എത്തിയത്. അതിനെ തുടർന്ന് 3 പേർക്കെതിരെ കേസുണ്ട്. ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവരാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇതിൽ ഗോപകുമാറിന്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു യുവതിയെ അവശ നിലയിൽ കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്ത്രീയുടെ സുഹൃത്തും ഗോപകുമാറും നഗരത്തിൽ ഒരു സ്പാ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ചില തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ യുവതിയെ അരണാട്ടുകരയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് അടുത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച 2 വീലറിനകത്ത് കാർ ഇടിച്ച് വീഴ്ത്തുകയും എന്നിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഈ സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങളും ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലൂർ നായരങ്ങാടി സ്വദേശിയായിട്ടുള്ള ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള അഭിനാഷ് വി ശങ്കർ, അളഗപ്പ നഗർ സ്വദേശിയായിട്ടുള്ള ജിതിൻ ജോഷി, മേലൂർ സ്വദേശിയായിട്ടുള്ള ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായിട്ടുള്ള ഒരു സ്വദേശി, 30 വയസ്സുള്ള ഒരു സ്വദേശി ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുക്കാട് പോലീസാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതിനിടെ ഈ യുവതിയെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ശരത്, അഞ്ചംഗ സംഘം ഈ കോഫി ഷോപ്പിലെ ജോലിക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം കാണിച്ച വിഷ്വലിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഒരു ഗേറ്റിന്റെ സമീപത്ത് വെച്ച് അടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന ഈ പിടിയിലായിട്ടുള്ള ആതിരയാണോ? അത് ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പുള്ള വിഷ്വലാണോ? തീർച്ചയായിട്ടും ഇത് തട്ടിക്കൊണ്ടുപോകുന്ന സമയത്താണ് ഈ സ്ത്രീകൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. കാരണം പുതുക്കാട് പാലിയേക്കര ടോൾ പ്ലാസയിലെ ആക്രമണത്തിൽ ഈ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റു 3 പേർ പ്രതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് 2 വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ഉൾപ്പെടുന്നത് ഇത്തരത്തിൽ ഈ സ്വദേശിനിയെ, ഈ തൃശൂർ നഗരത്തിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകുന്ന ക്രൈമിനകത്താണ് അവർ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ആദ്യം കാണുന്നത്.